ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളുമായി റാഫി ചേരുന്നുണ്ട്. റാഫി, ഞാൻ മനസ്സിലാക്കുന്നത് ചൂരൽമലയിൽ ബെയിലി പാലം നിർമ്മിക്കുന്നതിനോട് അനുബന്ധിച്ച് റാഫിയുണ്ട്. റാഫി, ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്? ഇന്ന് വൈകിട്ടോടുകൂടി അത് പൂർത്തീകരണത്തിലേക്ക് എത്തുമോ? ശതമാനം ജോലികളും പൂർത്തിയായിരിക്കുന്നു. ഇതിന്റെ പില്ലറുകൾ സ്ഥാപിക്കുന്നതും ഒപ്പം തന്നെ കട്ടറുകൾ സ്ഥാപിക്കുന്നതുമായ തന്നെയുള്ള എല്ലാ ജോലികളും നിലവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് ഇതിന്റെ ഈ രണ്ട് സൈഡിലുള്ള അപ്രോച്ച് റോഡുകളിൽ നിന്ന് പാലത്തിലേക്ക് കയറുന്ന ഭാഗങ്ങൾ അതിന്റെ സർഫസ് സ്ഥാപിക്കുന്ന ജോലികളാണുള്ളത്. ആ ജോലികൾ ഉടനെ തന്നെ പൂർത്തിയാകുമെന്ന്. കാരണം 90% ജോലികളും പൂർത്തിയായിരിക്കുന്നു. ഇതിൻ്റെ പില്ലറുകൾ സ്ഥാപിക്കുന്നതും ഒപ്പം തന്നെ കട്ടറുകൾ സ്ഥാപിക്കുന്നതുമായ തന്നെയുള്ള എല്ലാ ജോലികളും നിലവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് ഇതിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള അപ്രോച്ച് റോഡുകളിൽ നിന്ന് പാലത്തിലേക്ക് കയറുന്ന ഭാഗങ്ങൾ അതിൻ്റെ സർഫസ് സ്ഥാപിക്കുന്ന ജോലികളാണുള്ളത്. ആ ജോലികൾ ഉടനെ തന്നെ പൂർത്തിയാകും. അതായത് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കി ഒരു 7 മണിയോട് കൂടി ഈ പാലം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്കാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഒരു 11 മണിക്കോ ആ ഒരു സമയത്ത് പൂർത്തിയാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ഈ സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ 2 മണിക്കൂർ എന്നിവരെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. ആ കാലാവസ്ഥയോട് പാല നിർമ്മാണം പിന്നീട് വളരെ മന്ദഗതിയിലാവുകയായിരുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ സൈനികർ ഈ പാലം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ബെയിലി ബ്രിഡ്ജിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഈ മുണ്ടക്കയത്തുള്ള ആളുകളേക്കുള്ള രക്ഷാപ്രവർത്തനം അത് വളരെ എളുപ്പത്തിലാക്കാൻ സാധിക്കും. ഈ പാലത്തിലൂടെ പ്രാഥമിക പരിഗണന കൊടുത്ത് കടത്തിവിടുക ആംബുലൻസുകളും ഒപ്പം തന്നെ ഈ ഉപകരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങളുമായിരിക്കും. 25 ടൺ വരെ ഭാരമുള്ള വാഹനങ്ങൾക്ക് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. 190 അടി നീളത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ആ പാലത്തിലൂടെ 25 ടൺ വരെ ഭാരം വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഏകദേശം 15 അടിയാണ് ഈ പാലത്തിൻ്റെ വീതിയായി പറയുന്നത്. അത്തരത്തിലുള്ള കരുത്തുറ്റ ഒരു പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈനികർ പറയുന്നത് ഈ പാലം ഇവിടെ സ്ഥിരമായി സ്ഥാപിക്കുകയാണ്. മറ്റൊരു പാലം, സമാന്തരമായ ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത് വരെ ഈ പാലം ഇവിടുത്തെ നാട്ടുകാർക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് സൈനികരിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം രക്ഷാപ്രവർത്തനത്തിൻ്റെ എന്നുള്ളത് ഈ പാലത്തിൻ്റെ നിർമ്മാണമാണ്. കാരണം ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമാണ് ഈ ആംബുലൻസുകൾക്കും ഒപ്പം തന്നെ കൂടുതൽ ഉപകരണങ്ങൾക്കും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ രക്ഷാപ്രവർത്തനം എളുപ്പമാവുക. ഇന്നലെ വരെ മന്ദഗതിയിലായിരുന്ന രക്ഷാപ്രവർത്തനം ഇന്ന് കൂടുതൽ ഊർജിതമായാണ് നടന്നത്. കാരണം രാവിലെ തന്നെ ഹിറ്റാച്ചുകൾക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ കഴിയും. ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുള്ള വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെയാണ് അവിടെ ആരംഭിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നാളെ മുതലുള്ള രക്ഷാപ്രവർത്തനം അതിവേഗം നടക്കും. അത് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ഒപ്പം തന്നെ അല്പസമയം മുൻപ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചൂരൽ മലയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ DIG അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു. അതായത് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനവും ഇനിയുള്ള രക്ഷാപ്രവർത്തനവും ഈ യോഗത്തിലെ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. ഇനിയുള്ള രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ വേണമെന്നുള്ള കാര്യം ഈ യോഗത്തിൽ തീരുമാനമെടുത്ത് അത് നടപ്പാക്കുകയായിരിക്കും. അത് ഏകോപിപ്പിച്ച് എല്ലാ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് നടപ്പാക്കുകയാണ് ഈ യോഗം പ്രധാനമായും ആലോചിക്കുന്നത്. ഒപ്പം തന്നെ യോഗത്തിലെടുത്ത ചില തീരുമാനങ്ങൾ ഒന്ന്, ഏതെങ്കിലും വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായാൽ, അതായത് അവരുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ ഈ വിവരം കൃത്യമായി ലഭിച്ചാൽ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിലെ ആളുകൾക്കായുള്ള തിരച്ചിൽ നടത്താം എന്നുള്ളതാണ്. അല്ലാതെ ഈ ദുരന്ത ബാധിത മേഖലകളെല്ലാം അത് മുഴുവനായി എടുത്തുകൊണ്ട് ആ എല്ലാ മേഖലയിലും പരിശോധന നടത്തുന്നതിന് പകരം ഈ ബന്ധുക്കളിൽ നിന്നും മറ്റും വ്യക്തമായ വിവരങ്ങൾ എടുത്ത് ആ വിവരങ്ങൾ ഉപയോഗിച്ച് ആ പോയിന്റിൽ മാത്രം പരിശോധന നടത്തുക. ആ നിലയിലുള്ള തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് വരും ദിവസത്തിൽ രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കുക എന്നുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ വേണമെന്ന് പോലും ഇന്ന് റാഫിയാണ് നമുക്ക് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നെറ്റ്വർക്കിൽ എന്തോ
സാങ്കേതികപരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതാണ്. റാഫിയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. റാഫി ആദ്യം നൽകിയത് ഈ ബെയിലി പാലം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ്. അത് ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 7 മണിയോടുകൂടി തന്നെ അതിൻ്റെ പരിപൂർണ സജ്ജമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കുമെന്നാണ് റാഫി പറയുന്നത്. റാഫി കേൾക്കാമെന്ന് വിചാരിക്കുന്നു. റാഫി പറഞ്ഞത് തുടരാം. നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇനി രക്ഷാപ്രവർത്തനം മുണ്ടക്കൈ ഭാഗത്തുണ്ടാവില്ല. കാരണം വൈകിട്ട് മുതൽ പ്രതികൂല കാലാവസ്ഥയാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം മുതൽ ഈ പ്രദേശത്ത് ശക്തമായി തന്നെ മഴയുണ്ട്. ചില സമയങ്ങളിൽ മഴ അല്പം ഒന്ന് ശമിക്കുമെന്ന് മാത്രമാണുള്ളത്. എന്നാൽ അതിനുശേഷം ശക്തമായി തന്നെ ഈ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട്. ഈ ചൂരൽമലയിൽ പെയ്യുന്ന മഴയേക്കാൾ കൂടുതലാണ് മുണ്ടക്കൈ ഭാഗത്ത് നിലവിൽ മഴ പെയ്യുന്നത്. ഈ പ്രദേശത്താണ് ശരിയായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അത് ആളുകളെ തിരഞ്ഞുള്ള രക്ഷാപ്രവർത്തനം പ്രധാനമായി നടക്കുന്നത് മുണ്ടക്കൈ ഭാഗത്താണ്. ആ മുണ്ടക്കൈ ഭാഗത്ത് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയുണ്ട്. ഇപ്പോഴും പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണുള്ളത്. ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടി ഒഴുകി വരുന്ന ഈ നദിയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ നീരൊഴുക്കും വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു രക്ഷാപ്രവർത്തനം ഇന്ന് രാത്രിയിലേക്ക് നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ആളുകൾ ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുന്നവരിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നിരുന്നാൽ പോലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഭാഗത്ത് നിന്നുള്ള നമ്മുടെ പ്രതിനിധി ആസിഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വിഭാഗവും നിലവിൽ മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും അവരവരുടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി മടങ്ങി വരുന്നതാണ് കാണുന്നത്. രാവിലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട ഫയർഫോഴ്സിന്റെ അടക്കം NDRFന്റെ അടക്കം സൈനികരുടെ അടക്കമുള്ള വിവിധ സന്നദ്ധ പ്രവർത്തകരുടെ അടക്കമുള്ള പോലീസിന്റെ അടക്കമുള്ള എല്ലാ സംഘങ്ങളും മടങ്ങിയെത്തുന്നൊരു കാഴ്ചയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയൊരു 6 മണി 6:30 വരെയുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ സമയം വരെയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായി നടക്കുക. വെളിച്ചം മങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഒരു തരത്തിലും സാധ്യമല്ലാത്തൊരു സാഹചര്യം. ഒപ്പം തന്നെ ഇന്ന് പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. മഴ ഉച്ചയ്ക്ക് ശേഷം മുതൽ ശക്തിയായി പെയ്യുന്നുണ്ട്. ഈ മഴ തുടരുമ്പോൾ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമായതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഇന്ന് നേരത്തെ അവസാനിച്ചു എന്നുള്ളതാണ്. നാളെ കാലാവസ്ഥ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും രക്ഷാപ്രവർത്തനം ആരംഭിക്കുക. നാളെ 6 മണിക്ക് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ അതിൽ പ്രധാനമായ ഒരു ഘടകമാണ്. ഇന്ന് രാത്രി ഈ പ്രദേശത്ത് ശക്തമായ മഴയെ പെയ്താൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളത് അത് ദുഷ്കരമായ കാര്യമാണ്. കാരണം ഈ പ്രദേശത്ത് ഇനിയും ഉരുൾപൊട്ടലുകൾക്ക് സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. കൂടാതെ തന്നെ ഈ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളെ ഇനി കൂടുതൽ ശക്തമായ മഴ പെയ്യുമ്പോൾ അത് അപകടത്തിനുള്ള കൂടുതൽ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ രാത്രിയിലെ മഴയുടെ സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കും രാവിലെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും നാളെ ഈ പ്രദേശത്തുണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമുണ്ടാവുക. എന്തായാലും വളരെ റിസ്ക് എടുത്താണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ ശക്തമായാൽ, കാലാവസ്ഥ പ്രതികൂലമായാൽ ഈ രക്ഷാപ്രവർത്തനത്തിനെ അത് കാര്യമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടും നാളത്തെ രക്ഷാപ്രവർത്തനം ഇത്തരം സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചായിരിക്കും. ശരി റാഫി, നമ്മൾ ഈ ദുരന്തമുണ്ടായതിൻ്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബെയിലി പാലം സംബന്ധിച്ച കാര്യം. പാലം വന്നാൽ മാത്രമാണ് രക്ഷാപ്രവർത്തനം അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന കാര്യം സാധ്യമാവുകയുള്ളൂ. നമ്മൾ ആദ്യ ദിനം മുതൽ പറയുന്നതാണ്. ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ആ പാല നിർമ്മാണം എത്തി നിൽക്കുന്നുമുണ്ട്. ഈ പാല നിർമ്മാണത്തിൽ ഈ സൈനികർ മാത്രമാണോ ഉൾപ്പെട്ടിരുന്നത്, അതോ അവിടെ വന്നിരുന്ന രക്ഷാപ്രവർത്തകരും അതിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു? നമുക്ക് മുൻകാലങ്ങളിലൊന്നും നമ്മുടെ ഒരു സംസ്ഥാനത്ത് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു പാല നിർമ്മാണവും അതിലൂടെയുള്ള ഒരു രക്ഷാപ്രവർത്തനവും ഒക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാളെ കാണാൻ പോകുന്നതൊക്കെ. എങ്ങനെയായിരുന്നു ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു ഈ ഒരു ഘട്ടത്തിലേക്ക് ഇത്രയും ത്വരിതഗതിയിൽ തന്നെ അത് എത്തിയ ആ ഒരു ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് പറയുമ്പോൾ ബെയിലി പാലം എന്നുള്ളത് താൽക്കാലികമായി എടുത്തു മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇരുമ്പും ഒപ്പം തന്നെ മരത്തടികളും ഉപയോഗിച്ചാണ് ഈ ബെയിലി പാലം നിർമ്മിക്കുന്നത്. 1966 ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു ബെയിലി പാലം നിർമ്മിക്കുന്നത്. കേരളത്തിൽ ഇതിനു മുൻപ് ബെയിലി പാലം നിർമ്മിച്ചിട്ടുണ്ട്. അത് പത്തനംതിട്ടയിലാണ്. ഒപ്പം തന്നെ ശബരിമലയിലും ഒരു ബെയിലി പാലം നിലവിൽ ഉണ്ട്. അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ സൈന്യം നിർമ്മിച്ച പാലമാണ്. ഇവിടെയും ഈ സൈന്യമാണ് ഈ പാലം നിർമ്മിച്ചത്. 24
24 മണിക്കൂർ കൊണ്ടാണ് സാധാരണഗതിയിൽ ബെയിലി പാലങ്ങൾ നിർമ്മിക്കുക. അത് അവിടുത്തെയുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഈ സമയം നിർണ്ണയിക്കുക. ഇവിടെയും 24 മണിക്കൂർ കൊണ്ടൊരു പാല നിർമ്മാണമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ ബെയിലി പാലം നിർമ്മാണം ആരംഭിക്കുന്നത്. സൈന്യത്തിന്റെ ബാംഗ്ലൂരുവിലെ യൂണിറ്റിൽ നിന്നും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുമാണ് ഈ പാലത്തിന്റെ നിർമ്മാണ വസ്തുക്കൾ എത്തിച്ചത്. മഹാരാഷ്ട്രയിൽ നിന്ന് വിമാനമാർഗം കാരണം ബാംഗ്ലൂരിൽ എത്തിച്ച് അവിടെ നിന്ന് റോഡ് മാർഗം ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള വസ്തുക്കൾ റോഡ് മാർഗം നേരെ ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ നിർമ്മാണം ആരംഭിച്ചത്. സൈനിക എഞ്ചിനീയർമാരാണ് ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. സൈന്യമാണ് പ്രധാനമായും ഈ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടത്തുന്നത്. ഒപ്പം തന്നെ NDRFന്റെയും സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിൽ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ബെയിലി പാലം 3-in-1 പാലം എന്നാണ് അതിനെ പറയുന്നത്. 190 അടി നീളത്തിൽ 15 അടി വീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പില്ലറാണ് ഈ പാലത്തിനുള്ളത്. അത് ഈ പാലം ആരംഭിക്കുന്നിടത്ത് നിന്ന് ഏകദേശം 50 അടിക്ക് അപ്പുറത്തൊരു പില്ലറാണ് ഈ പാലത്തിനുള്ളത്. മറ്റു പില്ലറുകൾ ഈ 190 അടി പാലത്തിനില്ല. പിന്നെ ഈ പാലത്തിന് 2 അറ്റങ്ങൾ ഈ മൺതിട്ടകളിലാണ്. ഒന്ന് ഈ ചൂരൽമലയിലുള്ള ഒരു റോഡിന്റെ എൻഡിലും ഒപ്പം തന്നെ മറുവശത്ത് താൽക്കാലികമായ ഒരു മൺതിട്ട നിർമ്മിച്ചിരിക്കുകയാണ്. അത് കരിങ്കല്ലും ഇവിടെ ഈ ഉരുൾപൊട്ടലിൽ അടിഞ്ഞുകൂടിയ മണ്ണും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചാണ് ആ മൺതിട്ട രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പാലത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 190 അടി നീളത്തിൽ 15 അടി വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൽ 25 ടൺ ഭാരമുള്ള വാഹനങ്ങൾ വരെ യാത്ര ചെയ്യാൻ സാധിക്കും. 25 ടൺ ഭാരമുള്ള വാഹനങ്ങൾക്ക് ഒരു സമയം യാത്ര ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ പാലത്തിനെ കുറിച്ച് ഉപയോഗിക്കേണ്ട രീതി സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒരു സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രമുള്ള യാത്രയായിരിക്കും ഈ പാലത്തിൽ നടക്കുക. അതായത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൽ നിന്ന് ഈ ചൂരൽമലയിൽ നിന്ന് ഒരു സമയം അങ്ങോട്ട് മാത്രമായിരിക്കും, അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് മാത്രമായിരിക്കും വാഹനം വിടുക. ആ നിലയിലുള്ള ക്രമീകരണമാണ് ഇവിടെ യാത്രക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പാലം താൽക്കാലികമായ പാലം എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കോൺക്രീറ്റ് പാലം, അതായത് സ്ഥിരമായി ഇതിന് സമാന്തരമായി ഒരു കോൺക്രീറ്റ് പാലം ഒരു ശാശ്വത പരിഹാരമാകുന്നത് വരെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ പാലം ഉപയോഗിക്കാം എന്നുള്ളതാണ് സൈന്യം പറയുന്നത്. ഈ പാലത്തിന് ഉപയോഗിക്കുന്നതിന് മറ്റു തടസ്സങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നും ഈ സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ പാലം നിർമ്മാണമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാന ഘട്ടമെന്ന് നമ്മൾ പറഞ്ഞതിന്റെ ഒരു കാരണം ഈ പാലമില്ലാത്തത് കൊണ്ട് ഈ നദി മുറിച്ചു കടന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ആ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. അതോടുകൂടി മുണ്ടക്കൈ ഭാഗം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളും ഒപ്പം തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളും വളരെയധികം മന്ദഗതിയിലാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ നദിക്ക് കുറുകെ ഉണ്ടായിരുന്ന പാലം ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്നുള്ളതാണ്. കാരണം ഈ ചൂരൻമലയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മുകളിലായിട്ടാണ് ഈ മുണ്ടക്കൈ എന്ന ഭാഗമുള്ളത്. ഈ ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് മുണ്ടക്കൈ ഭാഗത്താണ്. ആ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ ഇവിടെ നിന്ന് ഈ ആളുകൾക്ക് നടന്നു മാത്രം പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ അവസ്ഥ തന്നെയാണ്. ഈ പാലം തുറന്നു കിട്ടിയാൽ മാത്രമാണ് വാഹനങ്ങൾക്ക് ആ നിലയിലേക്ക് പോകാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തകർക്ക് മൃതദേഹങ്ങൾ ലഭിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് പരിക്ക് പറ്റി ആളുകളെ ലഭിച്ചാൽ അവർക്ക് ഇവിടെ എത്തിക്കണമെങ്കിൽ, ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിക്കണമെങ്കിൽ ഇന്നലെ വരെയുള്ള അവസ്ഥ എന്നുള്ളത് അവിടെ നിന്ന് 3 കിലോമീറ്ററോളം കാൽനടയായി എത്തിയ ശേഷം കവുങ്ങ് മരങ്ങൾ ഉപയോഗിച്ച് ഈ നദിക്ക് കുറുകെ നിർമ്മിച്ചിരുന്ന താൽക്കാലിക പാലങ്ങളിലൂടെ അല്ലെങ്കിൽ റോപ്പിലൂടെ ഇങ്ങോട്ട് മാറ്റുക, റോപ്പ് മാർഗം ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇന്നലെ വരെ നടന്നത്. ഇന്ന് രാവിലെയാണ് ഈ നദിക്ക് കുറുകെ ഒരു നടപ്പാലം സൈന്യം നിർമ്മിച്ചത്. അതിനുശേഷമാണ് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ഉപകരണങ്ങൾ കൊണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകാൻ സാധിച്ചത്. ഇനി ഈ ബെയിലി പാലം കൂടി പൂർത്തിയാകുമ്പോൾ അതിലൂടെ സൈനിക ട്രക്കുകൾക്ക് ഈ ഉപകരണങ്ങളുമായി മുണ്ടക്കൈ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അത് രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടും. ഇവിടെ നിന്ന് ആളുകൾ തോളിൽ ചുവന്നുകൊണ്ട് പോകുന്ന ഉപകരണങ്ങൾ അവിടെ എത്തിച്ച് അതിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സൈനിക വാഹനങ്ങൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തകർക്ക് അവരുടെ ഉപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ആംബുലൻസുകൾക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹങ്ങളായാലും പരിക്ക് പറ്റിയ ആളുകളെ ആയാലും അതിവേഗം ആശുപത്രികളിലേക്ക് എത്തിക്കാൻ സാധിക്കും. 4 കിലോമീറ്ററോളം ഈ പരിക്ക് പറ്റിയ ആളുകളെ ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം മാറും. കൂടുതൽ ആവശ്യമായ സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം.
ഈ പാലം തുറക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള ഗുണങ്ങൾ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഉണ്ടാകും. ഇതെല്ലാം ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി സഹായിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ സജീവമായി തന്നെ നടക്കുമെന്നുള്ളതാണ്.